ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയും നെയ്ച്ചോറും. അതെങ്ങനെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ 2 കപ്പ് ജീരകശാല റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ശേഷം നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചിട്ടുണ്ട്, 5 ടേബിൾ സ്പൂണ് ഓയിൽ, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു ചെറുനാരങ്ങ ചെറുതായി കട്ട് ചെയ്തത്, ഒരു 5 പച്ചമുളക് നെടുകെ ചീന്തിയത്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തത്, 2 കഷ്ണം പട്ട, 3 കഷ്ണം ഗ്രാമ്പു, കുറച്ച് ഏലക്കായ്. അതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തിട്ടുള്ളത് അതിന് 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. അവിടെ 2 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. ഇനി 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അരമണിക്കൂറായിട്ട് അരി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരുന്നേരം കുക്കർ മൂടി വെക്കുക. ഒരു വിസിലടിച്ചതിന് ശേഷം വേണം നമ്മൾ അടുപ്പൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ. നമ്മൾ അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും ഗീ റൈസ് പോരല്ലോ, നമുക്കൊരു കറിയും കൂടി തയ്യാറാക്കാം. നമ്മളതിനായി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ അരച്ച് നന്നായി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴന്നു വന്നതിന് ശേഷം വേണം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ ഗ്രേവി ടൈപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് മസാല ഇതിലേക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളെ ഗീ റൈസും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.